ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ് വൈസ്രോയി അതുപോലെ തന്നെ ഗവർണർ ജനറലുമായി ബന്ധപ്പെട്ടിട്ടുള്ള 100 ചോദ്യങ്ങളാണ് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ റിവിഷൻ പോലെ നമുക്കിത് ചെയ്തു നോക്കാം. 100 ക്വസ്റ്റ്യൻസിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. അറിഞ്ഞൂടാത്ത ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന ഓരോ വീഡിയോസും വളരെ യൂസ്ഫുൾ ആയിരിക്കും ഡിഗ്രി പ്രിലിംസിനും അതുപോലെ LDC LGS മെയിൻസ് എക്സാമിനും പങ്കെടുക്കുന്നവർക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ്? ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആര്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ എ, ഡൽഹൌസി പ്രഭു. പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കിയ സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കിയ സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവരുടെ കാലാവധി, അതായത് എത്ര ടൈമാണ് ഇവർ ഭരിച്ചിരുന്ന ആ ഒരു കാലാവധി അറിഞ്ഞിരിക്കുകയാണെങ്കിലും, പിന്നെ ഈ ഫേമസ് ആയിട്ടുള്ള ദത്തവകാശ നിരോധനം, പിറ്റ്സ് ഇന്ത്യ ആക്ട് ഇത് എന്ന് നടപ്പിലാക്കി എന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിലും, ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് അവരാരാണ് ആ സമയത്തെ വൈസ്രോയി അല്ലെങ്കിൽ ആ സമയത്തെ ഗവർണർ ജനറൽ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈസിയാണ്. അപ്പൊ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ ആ ഒരു രീതിയിൽ പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പൊ പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കിയ സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. കൊൽക്കത്ത മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ? കൊൽക്കത്ത മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമ്പോൾ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, വില്യം ബെൻഡിക് ആയിരുന്നു. വില്യം ബെൻഡിക്. ഞാൻ മുട്ടുകുത്തി നിന്ന് അങ്ങയോട് അപ്പം ചോദിച്ചു, കല്ലാണ് അങ്ങ് തന്നത്. ഏത് വൈസ്രോയെ കുറിച്ചാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത്? ആരെക്കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് ഈ ഒരു സമയത്താണ്? ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇർവിൻ ആണ്. ഇർവിൻ പ്രഭു വൈസ്രോയി ആയിരുന്ന സമയത്താണ് ഗാന്ധിജി ഞാൻ മുട്ടുകുത്തി നിന്ന് അങ്ങയോട് അപ്പം ചോദിച്ചു, കല്ലാണ് അങ്ങ് തന്നതെന്ന് ഗാന്ധിജി പറഞ്ഞത്. സതി എന്ന ദുരാചാരം നിരോധിച്ച ഗവർണർ ജനറൽ ആര്? സതി എന്ന ദുരാചാരം നിയമം മൂലം നിരോധിച്ച ഗവർണർ ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വില്യം ബെൻഡിക് ആണ്. വില്യം ബെൻഡിക്. രണ്ടാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? രണ്ടാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, ഹേസ്റ്റിങ്സ് ഒന്നാമൻ. ഹേസ്റ്റിങ്സ് ഒന്നാമൻ. മൂന്നാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. രണ്ടാം മൈസൂർ യുദ്ധകാലത്ത് ഹേസ്റ്റിങ്സ് ഒന്നാമൻ. മൂന്നാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോൺവാലിസ് പ്രഭു ആണ്. കോൺവാലിസ് പ്രഭു. ടിപ്പു സുൽത്താൻ വധിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ? ടിപ്പു സുൽത്താൻ വധിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ? ആൻസർ ഓപ്ഷൻ എ ആണ്, വെല്ലസ്ലി പ്രഭു ആണ്. വെല്ലസ്ലി പ്രഭു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും രഞ്ജിത് സിംഗും അമൃത്സർ ഉടമ്പടിയിൽ ഒപ്പിടുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ? അപ്പോൾ അമൃത്സർ ഉടമ്പടി ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും രഞ്ജിത് സിംഗും തമ്മിലാണ്. ഈ സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, മിന്റോ ഒന്നാമൻ ആയിരുന്നു. മിന്റോ ഒന്നാമൻ. കൽക്കട്ടയ്ക്കും ആഗ്രയ്ക്കും ഇടയിൽ ആദ്യ ടെലഗ്രാഫ് ലൈൻ സ്ഥാപിച്ചത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ്? കൽക്കട്ടയ്ക്കും ആഗ്രയ്ക്കും ഇടയിൽ ആദ്യ ടെലഗ്രാഫ് ലൈൻ സ്ഥാപിച്ചത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ്? ഓപ്ഷൻ സി, ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. ശിപായി ലഹളക്കാലത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ? ശിപായി ലഹള എന്ന് പറയുമ്പോൾ ഏതാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഈ സമയത്ത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്യാനിങ് പ്രഭു ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ
അക്ബർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വെല്ലസ്ലി പ്രഭുവാണ്. വെല്ലസ്ലി പ്രഭു. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരെയാണ്? ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ്, അതായത് റെയിൽവേയും ടെലിഗ്രാഫും ഒക്കെ കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി പ്രഭു ആണ്. സോ ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഡൽഹൌസി പ്രഭുവാണ്. കൊൽക്കത്ത, ബോംബെ, മദ്രാസ് സർവകലാശാലകൾ നിലവിൽ വന്ന സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ? ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാനിങ് പ്രഭുവാണ്. അപ്പൊ കാനിങ് പ്രഭുവിന്റെ സമയത്താണ് കൊൽക്കത്ത, ബോംബെ, മദ്രാസ് യൂണിവേഴ്സിറ്റീസ് നിലവിൽ വന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് 1872 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സെൻസസ് എടുക്കുന്നത്. ഈ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? സെൻസസ് എടുക്കുന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു? മേയോ ആയിരുന്നു. മേയോ പ്രഭു ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രമവത്കൃത സെൻസസ് 1881 നടക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് ആരാണ്? 1881 ക്രമവത്കൃത സെൻസസ് എടുത്തത്. ഈ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, റിപ്പൺ പ്രഭു ആണ്. റിപ്പൺ പ്രഭു ആയിരുന്നു. ഓക്കെ, വെർണക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്ന വൈസ്രോയി ആര്? വെർണക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്ന വൈസ്രോയി ആര്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലിട്ടൺ പ്രഭു ആണ്. ലിട്ടൺ പ്രഭു ആണ് വെർണക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത്. എന്നാൽ ഈ വെർണക്കുലർ പ്രസ് ആക്ട് പിൻവലിച്ച വൈസ്രോയി ആരാണ്? വെർണക്കുലർ പ്രസ് ആക്ട് പിൻവലിച്ച വൈസ്രോയി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, റിപ്പൺ പ്രഭു ആണ്. അതുകൊണ്ട് തന്നെ ഈ റിപ്പൺ പ്രഭുവിനെ ജനകീയ വൈസ്രോയി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഏത് വൈസ്രോയിയുടെ കാലത്താണ് ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത്? IPC ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത് ആരുടെ സമയത്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാനിങ് പ്രഭുവിന്റെ സമയത്താണ്. ഏത് വൈസ്രോയിയുടെ കാലത്താണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നിലവിൽ വന്നത്? ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നിലവിൽ വന്നത് ആരുടെ സമയത്താണ്? ഓപ്ഷൻ എ, കാനിങ് പ്രഭുവിന്റെ സമയത്ത് തന്നെയാണ്. 1877 ഡൽഹി ദർബാർ നടക്കുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? 1877 ഡൽഹി ദർബാർ നടക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലിട്ടൺ പ്രഭു ആണ്. ലിട്ടൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയിലേക്ക് മാറ്റിയ സമയത്തെ ഗവർണർ ജനറൽ അല്ലെങ്കിൽ വൈസ്രോയി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കാനിങ് പ്രഭു ആണ്. അപ്പോൾ ഏതാണ്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയിലേക്ക് മാറ്റിയ സമയത്തെ ഗവർണർ ജനറൽ പിന്നീട് ആരായിട്ട് മാറി? വൈസ്രോയി ആയിട്ട് മാറി. അത് കാനിങ് പ്രഭു ആണ്. വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായി 1877 പ്രഖ്യാപിക്കുന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലിട്ടൺ പ്രഭു ആയിരുന്നു. ലിട്ടൺ പ്രഭു ആയിരുന്നു 1877 വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായി പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ബോംബെക്കും താനെക്കും ഇടയിൽ ആദ്യ റെയിൽവേ ലൈൻ ഇന്ത്യയിൽ സ്ഥാപിക്കുമ്പോൾ ഗവർണർ ജനറൽ ആരാണ്? സിമ്പിൾ ആണ്. ആൻസർ ഓപ്ഷൻ ഏതാണ്? എ ആണ്, ഡൽഹൌസി പ്രഭു ആയിരുന്നു. ഏത് വൈസ്രോയിയുടെ കാലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്? ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഡഫറിൻ പ്രഭുവിന്റെ സമയത്താണ്. ഡ്യൂറന്റ് ലൈൻ പ്രാബല്യത്തിൽ വന്നപ്പോൾ വൈസ്രോയി ആയിരുന്നത് ആര്? ഡ്യൂറന്റ് ലൈൻ പ്രാബല്യത്തിൽ വന്നപ്പോൾ വൈസ്രോയി ആയിരുന്നത് ഓപ്ഷൻ സി ആണ്, ലാൻസ് ഡൗൺ ആണ്. ലാൻസ് ഡൗൺ പ്രഭുവിന്റെ സമയത്താണ് ഡ്യൂറന്റ് ലൈൻ പ്രാബല്യത്തിൽ വന്നത്. വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു? വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ നിലവിൽ വന്ന സമയത്തെ ആരായിരുന്നു? കഴ്സൺ പ്രഭുവിന്റെ സമയത്താണ്. അഫ്ഗാൻ പ്രശ്നത്തിൽ 1876 രാജിവെച്ച വൈസ്രോയി ആര്? അഫ്ഗാൻ പ്രശ്നത്തിൽ 1876 രാജിവെച്ചത് ഓപ്ഷൻ എ, നോർത്ത് ബ്രൂക്ക് ആണ്. നോർത്ത് ബ്രൂക്ക്. എഡ്വേർഡ് ഏഴാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച സമയത്തെ വൈസ്രോയി ആര്? എഡ്വേർഡ് ഏഴാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച സമയത്തെ വൈസ്രോയി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കഴ്സൺ പ്രഭു ആണ്. വഹാബികളുടെ കലാപം അമർച്ച ചെയ്തത് ആര്? വഹാബികളുടെ കലാപം അമർച്ച ചെയ്തതാര്? ഓപ്ഷൻ സി, എൽജിൻ ഒന്നാമനാണ്. എൽജിൻ ഒന്നാമൻ. വിക്ടോറിയ മഹാറാണി അന്തരിച്ച സമയത്ത് ആരായിരുന്നു വൈസ്രോയി? വിക്ടോറിയ മഹാറാണി അന്തരിച്ച സമയത്തെ ആരായിരുന്നു വൈസ്രോയി? ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ബി.
ആരാണ്? കഴ്സൺ പ്രഭു ആയിരുന്നു വിക്ടോറിയ മഹാറാണി അന്തരിച്ച സമയത്തെ വൈസ്രോയി. ബ്രിട്ടീഷുകാർ അജ്മീരിൽ സ്ഥാപിച്ച കോളേജ് ഏത് വൈസ്രോയിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്? അജ്മീരിൽ സ്ഥാപിച്ച ഒരു കോളേജ് ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാണ്? ഓപ്ഷൻ സി മേയോ പ്രഭുവിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. സ്വതന്ത്ര വ്യാപാരത്തിൽ വിശ്വസിക്കുകയും അരി, എണ്ണ, നീലം എന്നിവയുടേത് ഒഴികെയുള്ള കയറ്റുമതി നികുതികൾ നിർത്തലാക്കുകയും ചെയ്ത വൈസ്രോയി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നോർത്ത് ബ്രൂക്ക് ആണ്. നമ്മൾ അഫ്ഗാൻ പ്രശ്നത്തിൽ രാജിവെച്ച വൈസ്രോയി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതാണ് നോർത്ത് ബ്രൂക്ക്. എന്ത് ചെയ്തു? സ്വതന്ത്ര വ്യാപാരത്തിൽ വിശ്വസിക്കുകയും അരി, എണ്ണ, നീലം എന്നിവയുടെ ഒഴികെയുള്ള കയറ്റുമതി നികുതികൾ നിർത്തലാക്കുകയും ചെയ്ത വൈസ്രോയി ആണ് നോർത്ത് ബ്രൂക്ക്. ഒരു കാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഗവർണർ ജനറൽ ആര്? പിന്നീട് ഗവർണർ ജനറൽ ആയിട്ട് ഉയർന്നു. ഇതാരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർ ജനറൽ പദവി മൗണ്ട് ബാറ്റൻ പ്രഭു ഒഴിഞ്ഞ വർഷം ഏത് വർഷമാണ് ഒഴിഞ്ഞത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1948 ാണ്. നെപ്പോളിയോനിക് യുദ്ധത്തിൽ ഇടത് കൈ നഷ്ടപ്പെട്ട ഗവർണർ ജനറൽ ആര്? നെപ്പോളിയോനിക് യുദ്ധത്തില് ഇടത് കൈ നഷ്ടപ്പെട്ട ഗവർണർ ജനറൽ ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹർഡിഞ്ച് ഒന്നാമൻ. അപ്പൊ ഹർഡിഞ്ച് ഒന്നാമന്റെ കൈ എന്ത് ചെയ്തു? ഇഞ്ചായിട്ട് ഒടിഞ്ഞുപോയി. ഏത് യുദ്ധത്തില്? നെപ്പോളിയോനിക് യുദ്ധത്തില്. പിൽക്കാലത്ത് ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി ആസൂത്രണം ചെയ്ത് ബോംബ് സ്ഫോടനത്തിൽ മരണമടഞ്ഞ ഇന്ത്യ വൈസ്രോയി ആര്? പിൽക്കാലത്ത് ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി ആസൂത്രണം ചെയ്ത് ബോംബ് സ്ഫോടനത്തിൽ മരണമടഞ്ഞ ഇന്ത്യൻ വൈസ്രോയി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. മൗണ്ട് ബാറ്റൻ പ്രഭു ബോംബ് സ്ഫോടനത്തിലാണ് മരണമടഞ്ഞത്. ഗാസിപൂരിൽ നിര്യാതനാവുകയും ഗംഗാതീരത്ത് അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന ഗവർണർ ജനറൽ ആരാണ്? ഗാസിപൂരിൽ നിര്യാതനായി ഗംഗാതീരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഗവർണർ ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കോൺവാലിസ് പ്രഭു ആണ്. കോൺവാലിസ് പ്രഭു. ഇടത് കൈ ഇല്ലാത്ത ഒരു വ്യക്തി 1926 ഇന്ത്യൻ വൈസ്രോയിയായി. അദ്ദേഹത്തിന്റെ പേരെന്ത്? ഇടത് കൈ ഇല്ലാത്ത ഒരു വ്യക്തി 1926 ഇന്ത്യയുടെ വൈസ്രോയിയായി. ഇദ്ദേഹത്തിന്റെ പേരെന്ത്? ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇർവിൻ പ്രഭു ആണ്. ഇർവിൻ പ്രഭുവിന് എന്തില്ല? ഇടത് കൈ ഇല്ല. 1937 ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 1937 സമയത്തൊക്കെ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, ലിൻലിത് ഗോയാണ്. ലിൻലിത് ഗോ. ഇന്ത്യൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ് ആയതിനു ശേഷം വൈസ്രോയി ആയത് ആര്? ഇന്ത്യൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ് ആയതിനു ശേഷം വൈസ്രോയി ആയത് ആര്? ആൻസർ ഓപ്ഷൻ എ, വേവൽ പ്രഭു ആണ്. വേവൽ പ്രഭു. താജ്മഹലിന് പരിരക്ഷ പ്രവർത്തനങ്ങൾ നടത്തിയ വൈസ്രോയി ആര്? താജ്മഹലിന് പരിരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒരു കണ്ണ് നഷ്ടപ്പെടുകയും പിൽക്കാലത്ത് ഇന്ത്യ വൈസ്രോയിയായി നിയമിതനാവുകയും ചെയ്തത് ആര്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു, പിന്നീട് ഇന്ത്യൻ വൈസ്രോയിയായി. ഇതാരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വേവൽ പ്രഭു ആണ്. രണ്ടാം പ്രാവശ്യം ഗവർണർ ജനറൽ ആയ വ്യക്തിമാര്, അതായത് 2 പ്രാവശ്യം ഗവർണർ ജനറൽ ആയ വ്യക്തി, ആൻസർ ഓപ്ഷൻ എ ആണ്, കോൺവാലിസ് പ്രഭു ആണ്. സർക്കാർ ഓഫീസുകൾക്ക് ഞായറാഴ്ച ഒഴിവു ദിനം കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആര്? എന്ത് ചെയ്തു? ഇപ്പോഴും നിലവിൽ വരുന്ന സർക്കാർ ഓഫീസുകൾക്ക് ഞായറാഴ്ച ഒഴിവു ദിനം കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ എ, ഹാർഡിഞ്ച് ഒന്നാമനാണ്. ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി ഇംപീരിയൽ സർവീസ് കോർപ്സ് എന്ന പാരാമിലിറ്ററി വിഭാഗം ആവിഷ്കരിച്ച വൈസ്രോയി ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ഡഫറിൻ പ്രഭു ആണ്. ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി ഇംപീരിയൽ സർവീസ് കോർപ്സ് എന്ന പാരാമിലിറ്ററി വിഭാഗം ആവിഷ്കരിച്ച വൈസ്രോയി ഡഫറിനാണ്. ബ്രിട്ടീഷ് മിലിറ്ററി കമാൻഡർ ഇൻ ചീഫായ കിച്ചനർ പ്രഭുവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 1905 രാജിവെച്ച വൈസ്രോയി ആര്? ബ്രിട്ടീഷ് മിലിറ്ററി കമാൻഡർ ഇൻ ചീഫായ കിച്ചനർ പ്രഭുവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 1905 രാജിവെച്ച വൈസ്രോയി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കഴ്സൺ പ്രഭു ആണ്. കഴ്സൺ പ്രഭു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിൽ ജനറലായിരുന്ന വ്യക്തി പിൽക്കാലത്ത് ഇന്ത്യയിൽ ഗവർണർ ജനറലായി. ഇദ്ദേഹത്തിന്റെ പേരെന്ത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിൽ ജനറലായിരുന്ന വ്യക്തി പിൽക്കാലത്ത് ഇന്ത്യയിൽ ഗവർണർ ജനറലായി. ഇദ്ദേഹത്തിന്റെ പേര് എന്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കോൺവാലിസ് പ്രഭു ആണ്. കോൺവാലിസ് പ്രഭു. ഗവർണർ ജനറൽമാരിൽ ആദ്യമായി രാജിവെച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്.
ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കുതിരസവാരിക്കിടെ നട്ടെല്ലിന് പരിക്ക് പറ്റിയത് മൂലം ജീവിതകാലം മുഴുവൻ വേദന അനുഭവിക്കേണ്ടി വന്ന വൈസ്രോയി ആര്? ഏത് വൈസ്രോയിക്കാണ്? കഴ്സൺ പ്രഭുവിനാണ്. അപ്പൊ ദുഷ്ടനായിരുന്നല്ലേ? അപ്പൊ കഴ്സൺ എന്ത് ചെയ്തു? സംഭവിച്ചു, കുതിരസവാരിക്കിടെ നട്ടെല്ലിന് പരിക്ക് പറ്റിയത് മൂലം ജീവിതകാലം മുഴുവൻ വേദന അനുഭവിക്കേണ്ടി വന്ന വൈസ്രോയി ആണ് കഴ്സൺ. ഓക്കെ, അപ്പൊ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ഇനി ഒരു 50 ക്വസ്റ്റ്യൻസും കൂടി ഈ ഒരു സെറ്റിലുണ്ട്. അപ്പൊ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിനായും PSC ബേസിക്സ് എന്നാണ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.